Harmonic mean. Harmonic mean of a set of n values is defined as the reciprocal of the mean of the reciprocals of those values. Harmonic mean എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ കുറച്ച് വാല്യൂസ് തന്നു കഴിഞ്ഞാൽ സേ ഇറ്റ് ഈസ് n വാല്യൂസ്, എങ്ങനെയാണ് അതിൻ്റെ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഹാർമോണിക് മീൻ എന്ന് പറയുന്നത് കാണുന്നത് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ റെസിപ്രോക്കൽ കാണണം, ദെൻ ആ റെസിപ്രോക്കലിൻ്റെ സം എടുക്കുക, ദെൻ എത്ര നമ്പേഴ്സ് ഉണ്ടോ ഡിവൈഡഡ് ബൈ റെസിപ്രോക്കലിൻ്റെ സം, അല്ലെങ്കിൽ എത്ര വാല്യൂസ് വന്നിട്ടുണ്ടോ ഡിവൈഡഡ് ബൈ റെസിപ്രോക്കലിൻ്റെ സം. ഇങ്ങനെയാണ് നമ്മൾ ഹാർമോണിക് മീനിൻ്റെ വാല്യൂ കാണുന്നത്. സോ ഹാർമോണിക് മീൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ് ഇഫ് x1, x2, x3, etc. xn ആർ n വാല്യൂസ്, ദെൻ ഹാർമോണിക് മീൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n ഡിവൈഡഡ് ബൈ 1 ബൈ x1 പ്ലസ് 1 ബൈ x2 പ്ലസ് etc. പ്ലസ് 1 ബൈ xn, ദാറ്റ് ഈസ് n ബൈ സിഗ്മ 1 ബൈ x. ഓക്കെ, ഫൈൻഡ് ഹാർമോണിക് മീൻ ഓഫ് ദി ഫോളോയിങ്. നമുക്ക് 4 വാല്യൂസ് തന്നിട്ടുണ്ട്. ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ആകെ നമ്മൾ കാണാനുള്ളത് തന്നിട്ടുള്ള വാല്യൂസിൻ്റെ റെസിപ്രോക്കൽ കാണാമെന്നുള്ളതാണ്. സോ തന്നിട്ടുള്ള വാല്യൂസിനെ നമ്മൾ x എന്നും അതിൻ്റെ റെസിപ്രോക്കലിനെ 1 ബൈ x എന്നും എടുക്കുകയാണെങ്കിൽ 2ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1 ബൈ 2 ആണ്, വിച്ച് ഈസ് 0.50. ദെൻ 3യുടെ 1 ബൈ 3 0.33, ദെൻ 1 ബൈ 4 0.25, ദെൻ 1 ബൈ 5 0.20. റൈറ്റ്. ഇനി ഹാർമോണിക് മീൻ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, n ബൈ സിഗ്മ 1 ബൈ x ആണ്. നമുക്ക് എത്ര വാല്യൂസ് ഉണ്ടോ ഡിവൈഡഡ് ബൈ റെസിപ്രോക്കലിൻ്റെ സമ്മ്. സോ എല്ലാ റെസിപ്രോക്കലും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1.28 കിട്ടും. 4 വാല്യൂസാണ് തന്നിരിക്കുന്നത്. സോ 4 ബൈ 1.28 വിച്ച് ഇസ് 3.125. ഇതാണ് തന്നിട്ടുള്ള വാല്യൂസിൻ്റെ ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിപ്പം ഇൻഡിവിജ്വൽ വാല്യൂസാണ്. ഇനി എക്സ് വാല്യൂസും അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹാർമോണിക് മീൻ കാണുക എന്നുള്ളതാണ്. അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നമ്മുടെ ഇൻഡിവിജ്വൽ വാല്യൂസിൻ്റെ കൂടെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ എങ്ങനെയാണ്? ഇൻ ദ കേസ് ഓഫ് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി distribution, harmonic mean equal to capital N by sigma f into 1 by x. നമുക്കറിയാം ഫ്രീക്വൻസി വരുന്ന സമയത്ത് ക്യാപിറ്റൽ N ആണ് എഴുതുക. ക്യാപിറ്റൽ N എന്ന് പറയുന്നത് സം ഓഫ് ഫ്രീക്വൻസിയാണ്. ഫൈൻഡ് ഹാർമോണിക് മീൻ. സോ നമുക്ക് ഒരു പ്രോബ്ലം തന്നിരിക്കുകയാണ്. ഇവിടെ സൈസ് ആൻഡ് ഫ്രീക്വൻസിയാണ് തന്നിട്ടുള്ളത്. സൈസ് 6, 10, 14 ആൻഡ് 18. ദെൻ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് 20, 40, 30 ആൻഡ് 10. സോ അത് നമ്മളൊന്നൊരു ടേബിൾ ഫോർമാറ്റിൽ ചെയ്യണം. സോ സൈസ് ഒരു കോളം, ദെൻ ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ഫ്രീക്വൻസി നെക്സ്റ്റ് കോളം, അഗെയിൻ. സോ നമുക്കറിയാം ഇനി ഹാർമോണിക് മീൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാർമോണിക് മീൻ ഈക്വൽ ടു n ബൈ സിഗ്മ
എഫ് ഇൻറ്റു 1/x ആണ്, റൈറ്റ്. സോ ഇവിടെ ഫ്രീക്വൻസി ഉള്ളതുകൊണ്ട് ക്യാപിറ്റൽ N ആണ് യൂസ് ചെയ്യുക. അവിടെ ക്യാപിറ്റൽ N എന്ന് പറയുന്നത് നമുക്കറിയാം ഫ്രീക്വൻസിയുടെ സമ്മാണ്, റൈറ്റ്. സോ നമുക്കിവിടെ കാണാനുള്ളത് 1/x ആണ്. എക്സ് അറിയാം, ഇനി അതിൻ്റെ റെസിപ്രോക്കൽ കാണുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ സൈസ് നമ്മൾ എക്സ് എന്നുള്ള വേരിയബിളായിട്ട് എടുക്കുന്നു. ദെൻ അതിൻ്റെ റെസിപ്രോക്കൽ അതായത് 1/x കാണുന്നു. ദാറ്റ് ഈസ് 6ൻ്റെ 1/6 എടുക്കുക. 1/6ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.1667 ആണ്. ദെൻ 1/10, ദെൻ 1/14 0.074, ദെൻ 1/18 0.0556, റൈറ്റ്. ഇനി നമുക്ക് വേണ്ടത് എഫ് ഇൻറ്റു 1/x ആണ്. എഫ് ഇൻറ്റു 1/x. സോ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എഫ് ഇൻറ്റു 1/x എന്ന് പറയുമ്പോൾ ആദ്യത്തെ വാല്യൂ ഒന്ന് 20 ഇൻറ്റു 0.1667. സോ വി വിൽ ഗെറ്റ് 3.334. ദെൻ 40 ഇൻറ്റു 0.1, ദാറ്റ് ഇസ് 4. Then 30 into 0.0714, 2.142. Then 10 into 0.0556, so 0.556. ഇനി നമ്മൾ അതിൻ്റെ സം കാണുന്നു 10.032 ആണ്. ഇനി ആസ് പെർ ദി ഇക്വേഷൻ നമ്മൾ ക്യാപിറ്റൽ N അതായത് ടോട്ടൽ ഫ്രീക്വൻസി 100 ആണ്. 100 ഡിവൈഡ് ബൈ 10.032. സോ ആൻസർ എന്ന് പറയുന്നത് 9.97. ഓക്കെ. In the case of continuous series, mid values of classes are taken as size. So ക്ലാസ് ഇൻ്റർവെൽ തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ പ്രോബ്ലംസും അങ്ങനെയാണ് ചെയ്യുക. നമുക്ക് എക്സ് വാല്യൂസ് എടുക്കാനായിട്ട് ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ മിഡ് വാല്യൂ കണ്ടാൽ മതി. ഓക്കെ. സോ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്, ഫൈൻഡ് ഹാർമോണിക് മീൻ. ക്ലാസ് ഇൻ്റർവെൽ തന്നിട്ടുണ്ട് 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60. Then corresponding frequencies 4, 6, 10, 7 and 3. Okay. സോ നമ്മൾ എക്സ് വാല്യൂസ് എടുക്കാനായിട്ട് തന്നിട്ടുള്ള ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ മിഡ് വാല്യൂസ് എടുക്കുക. ദാറ്റ് ഈസ് ഇപ്പോൾ ആദ്യത്തെ വാല്യൂ നമുക്ക് 15 ആണ് കിട്ടുന്നത്. എങ്ങനെയാണ് കിട്ടുന്നത്? 10 to 20 ആണ് ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ മിഡ് വാല്യൂ എന്ന് പറയുന്നത് 10 plus 20 by 2. സോ 30 by 2 15. Then 20 plus 30 by 2 50 by 2, that is 25. Then 30 plus 40 by 2 35. 40 plus 50 by 2 45. 50 plus 60 by 2 which is 55. ഓക്കെ. ദെൻ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് എഴുതുന്നു. ഇനി നമുക്കറിയാം നമ്മൾ കാണേണ്ടത് റെസിപ്രോക്കലാണ്. സോ 1/15 എന്ന് പറയുന്നത് 0.067 ആണ്. 1/25 0.040. 1/35 0.029. ഓക്കെ. ദെൻ 1/45 0.022. 1/55 0.018. ഇനി അതിനെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ നമുക്ക് വാല്യൂസ് കിട്ടും. ഓക്കെ. സോ എഫ് ഇൻറ്റു 1/x ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഹാർമോണിക് മീൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ N ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഇൻറ്റു 1/x. ഓക്കെ. സോ ക്യാപിറ്റൽ N എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ സമ്മാണ്, വിച്ച് ഇസ് 30, റൈറ്റ്. ഇത് നമ്മൾ ഫ്രീക്വൻസി ഇൻറ്റു റെസിപ്രോക്കൽ. സോ എഫ് ഇൻറ്റു 1/x അതിൻ്റെ സം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 1.006 ആണ്. സോ 30 by 1.006. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 29.97
82. Okay,